ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിൻ്റെ പ്രയാണം 63 നായന്മാരിലൂടെ യാത്ര തുടരുന്നു. എരിപാത നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. ചോള സാമ്രാജ്യത്തിലെ പ്രധാന നഗരങ്ങളിലൊന്നായ കരിവൂരിലാണ് എരിപാത നായനാർ ജനിച്ചത്. അദ്ദേഹം ഒരു തികഞ്ഞ ശിവഭക്തനായിരുന്നു. കയ്യിൽ എപ്പോഴും ഒരു കോടാലി സൂക്ഷിച്ചിരുന്നു. ശിവഭക്തർക്കെതിരെ ആരെങ്കിലും ആക്രമണം അഴിച്ചുവിട്ടാൽ എരിപാത നായനാരുടെ കോടാലി മറുപടി പറയും. ഒരു പുണ്യസ്ഥലമായിരുന്നു അമരാവതി. നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന്റെ ഇരുകരകളിലും ധാരാളം സന്യാസ ശ്രേഷ്ഠന്മാർ ജീവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് ആത്മീയ ഊർജം പ്രസരിച്ചിരുന്നു. ആ രാജ്യത്തെ രാജാവിനെയും ജനങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ടായിരുന്നു. പശുപതീശ്വരനെയാണ് ആരാധിച്ചിരുന്നത്. എരിപാത നായനാർ ദിവസവും ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. അവിടെ ശിവഭക്തർക്ക് വേണ്ട സഹായവും ചെയ്തു കൊടുത്തു. ശിവകാമിയാന്തർ എന്നൊരു ശിവഭക്തൻ താമസിച്ചിരുന്നു. അതിരാവിലെ കുളി കഴിഞ്ഞ് ഒരു കൂട പൂക്കളുമായി ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടു. മഹാനവമി ദിനമായിരുന്നു. എല്ലാവരും ആഹ്ലാദത്തിമിർപ്പിലായിരുന്നു. എതിരെ രാജാവിന്റെ ആനയും കുളി കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. 2 പാപ്പാന്മാരും മറ്റു 3 പേരും കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആനയ്ക്ക് മദമിളകി. എല്ലാവരും ജീവനും കൊണ്ടോടി. ആന ശിവകാമി അനന്തരുടെ അടുത്തേക്ക് പാഞ്ഞു. കയ്യിലെ കൂട തുമ്പിക്കൈ കൊണ്ട് എടുത്ത് ദൂരേക്കെറിഞ്ഞു. ശിവകാമി അന്തർ ഭയം കൊണ്ട് രക്ഷിക്കണേ എന്നുറക്കെ പറഞ്ഞു. ഈ ശബ്ദം എരിപാത നായനാരുടെ ചെവിയിലെത്തി. ഒട്ടും താമസിയാതെ തന്നെ ആനയെ വകവരുത്തി. കൂടെയുള്ള പാപ്പാന്മാരെയും വധിച്ചു. ആനയെ നിയന്ത്രിക്കാൻ അവർ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. രാജാവിന്റെ ആനയാണല്ലോ. രാജാവിന് വലിയ വിഷമമായി. ഉടൻ സൈന്യത്തോടുകൂടി സംഭവം നടന്ന സ്ഥലത്തെത്തി. ആരാണ് ആനയെ വധിച്ചത്? ഉറക്കെ ചോദിച്ചു. അവിടെ നിന്ന് ആളുകൾ എരിപാതനെ ചൂണ്ടിക്കാണിച്ചു. ശിവയോഗിയെ കണ്ടതും രാജാവിന്റെ ദേഷ്യമെല്ലാം അകന്നു. രാജാവ് നായനാരുടെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു. താങ്കളുടെ ഭദ്രമായ കോടാലി എടുക്കണ്ട, പകരം എന്റെ വാൾ തരാം, എന്റെ തല അറുത്തോളൂ. ഈ അപരാധികളെ സൂക്ഷിച്ചത് ഞാനല്ലേ? അങ്ങ് പ്രതിരോധിച്ചില്ലെങ്കിൽ എത്രയോ ജീവൻ പൊലിയുമായിരുന്നു, രാജാവ് കൂട്ടിച്ചേർത്തു. ഇത് കേട്ടപ്പോൾ നായനാർക്ക് അത്യധികം വിഷമം തോന്നി. നല്ലവനായ രാജാവിന്റെ വിഷമം നായനാരെ തളർത്തി. രാജാവിന്റെ കയ്യിൽ നിന്നും വാൾ വാങ്ങി സ്വന്തം കഴുത്തറുക്കാൻ നായനാർ തുനിഞ്ഞു. രാജാവ് തടഞ്ഞു. ഇനിയും കൂടുതൽ വിഷമിപ്പിക്കരുതേ. അപ്പോൾ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് ഒരു അശരീരി. പശുപതീശ്വരന്റെ ഒരു പരീക്ഷണമായിരുന്നു. ഭക്തന്റെ ആത്മാർത്ഥവും വിശ്വസ്തവുമായ സേവനം ലോകം തിരിച്ചറിയണമെന്നായിരുന്നു ഭഗവാന്റെ ഇംഗിതം. ആനയും പാപ്പാന്മാരും ഉറക്കമൊഴിഞ്ഞ് കണ്ണു തുറന്നു. ശിവകാമിയുടെ കൂട പൂക്കളെ കൊണ്ട് നിറഞ്ഞു. എല്ലാവരും ശിവഭഗവാനെ കീർത്തിച്ചുകൊണ്ട് എരിപാത നായനാരുടെ കാൽക്കൽ വീണു. ശിവകാമി ക്ഷേത്രത്തിലേക്കും രാജാവ് ആനയും സൈന്യത്തോടുമൊപ്പം കൊട്ടാരത്തിലേക്കും മടങ്ങി. എരിപാത നായനാർ തന്റെ സേവനം തുടർന്നു. ഒടുവിൽ കൈലാസം പോകി. അടുത്ത നായനാരുമായി കാണാം. നന്ദി, നമസ്കാരം.